മറ്റൊരു വിവരം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ FIR അത് ഇന്ന് തന്നെ ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ദേവസ്വം ജീവനക്കാരായ 2 പേർ, ഇത്രയും പേരെ ചേർത്ത് നിലവിൽ 3 പ്രതികൾ ഉണ്ടാകും എന്നാണ് സൂചന. കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ചേർക്കുന്നതായിരിക്കും. ഈ പ്രതികൾക്കെതിരെ വിശ്വാസ വഞ്ചനയടക്കം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്യും. ബിനിലാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, FIR ഇന്ന് തന്നെ ഉണ്ടാകും. അതിൽ ആരുടെയൊക്കെ പേരുകൾ ആദ്യഘട്ടത്തിൽ വരുമെന്നാണ് അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാകും, മറ്റ് ജീവനക്കാരുണ്ടാകും. അങ്ങനെ 3 പേർ ആദ്യഘട്ടത്തിൽ വരുമെന്നറിയുന്നു. അന്വേഷണമൊക്കെ ഏത് വിധത്തിലായിരിക്കും ഇനി മുന്നിലേക്ക്? പൂജ, എത്രയും വേഗം FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ഇത് വൈകിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്ത തുടർ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 3 പ്രതികളായിരിക്കും ഉണ്ടാകുക എന്ന സൂചനകളാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ മറ്റ് 2 ദേവസ്വം ജീവനക്കാർ കൂടി ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പ്രതികളായി വരുമെന്ന വിവരമാണ് വരുന്നത്. ഇവർക്കെതിരെ IPC 409, അതായത് വിശ്വാസ വഞ്ചനയടക്കമുള്ള കുറ്റങ്ങളാണ് വരിക. കാരണം ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുമ്പോൾ ആണ് ഈ IPC 409 ആ വകുപ്പിലേക്ക് വരുന്നത്. അത് ആ വകുപ്പിന്റെ ഒരു പ്രത്യേകത എന്നത് അത് അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരമാവധി ശിക്ഷ എന്നത് ജീവപര്യന്തം വരെ പോകാവുന്ന രീതിയിലേക്ക് ആ കേസിന്റെ കാര്യങ്ങൾ പോകും. കാരണം അത് ഒരു സബ് ജഡ്ജ് വിചാരണ ചെയ്യുന്ന ഒരു കേസായി മാറുന്ന ഒരു ഘട്ടമുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പരമാവധി ശിക്ഷയിലേക്ക് പോകുന്നത് തരത്തിലേക്ക് പോലും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപ്പെട്ട കുറ്റങ്ങളായിരിക്കും ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തുക. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഹൈക്കോടതി ഇതിൽ ഒരു മോഷണ സ്വഭാവം ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്നൊരു സൂചന കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഷണ കുറ്റം ഇതിന്റെ ഭാഗമായി വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഈ 409 മോഷണക്കുറ്റവും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് അപ്രായോഗികമാണ്. അതിൽ പല നിയമ തർക്കങ്ങളും പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് ഈ സാധനം ഒരു സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നതാണ്. ആ സാധനത്തിൽ വിശ്വാസ വഞ്ചനയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഉദ്യോഗസ്ഥർ കൂടി പങ്കാളികളാകുമ്പോഴാണ് അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. എന്തായാലും ഈ FIR ഉടൻ തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇതിൽ നിരവധി സംശയങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ 39 ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാധനങ്ങൾ എത്തിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതിനപ്പുറത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ശരിയാണ്, അതെല്ലാം അന്വേഷണത്തിന് ഇനി കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയായിരിക്കും പ്രതികൾക്ക് മേൽ ചുമത്തുക എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഒരു മോഷണ സ്വഭാവമുണ്ട് എന്ന രീതിയിൽ ഗുരുതരമായ പരാമർശങ്ങൾ അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പോലും വന്നതാണ്. അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ ശക്തമായി തന്നെ മുന്നിലേക്ക് പോവുകയാണ്. FIR ഇന്ന് തന്നെ ഉണ്ടാകും. ബിനിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.